നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇന്ന് അർദ്ധരാത്രി സംഭവിക്കാൻ പോകുന്നത് ഒരു വൻ പൊട്ടിത്തെറിയാണോ? ലോക 1-ാം നമ്പർ ടീം, ലോകകപ്പിന്റെ ആതിഥേയർ. എന്നിട്ടും ഒരു നാണംകെട്ട പുറത്താകലിന്റെ വക്കിൽ നിൽക്കുകയാണ് ടീം ഇന്ത്യ. ഈ ലോകകപ്പ് പരാജയപ്പെട്ടാൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലെ പല വമ്പന്മാരുടെയും തലതെറിക്കും. ഗൗതം ഗംഭീറിന്റെ കോച്ചിംഗ് കസേര മുതൽ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി വരെ ഇന്ന് ചോദ്യചിഹ്നമാണ്. ആർക്കൊക്കെയാണ് സ്ഥാനം നഷ്ടമാവുക? എന്താണ് ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്ന ആ വലിയ മാറ്റങ്ങൾ? സൂപ്പർ 8-ൽ സൗത്ത് ആഫ്രിക്കയുമായുള്ള ആദ്യ കളിയിലേറ്റ വൻ തോൽവി ഇന്ത്യയുടെ പ്രതീക്ഷകളാകെ തകിടം മറിച്ചിരിക്കുകയാണ്. സൂപ്പർ 8-ലെ ബാക്കിയുള്ള 2 മത്സരങ്ങളിൽ ജയിച്ചാലും ഇന്ത്യയ്ക്ക് ഇനി സെമിയിൽ സ്ഥാനമുറപ്പില്ല. മറ്റു മത്സരഫലങ്ങൾ കൂടി ആശ്രയിച്ചാണ് ഇനി ടീമിന്റെ ഭാവി. സ്വന്തം നാട്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ സെമിയിൽ പോലും സ്ഥാനമില്ലെങ്കിൽ അത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാക്കുമെന്നുറപ്പാണ്. ഇത് സംഭവിച്ചാൽ വലിയ ചില മാറ്റങ്ങൾ തന്നെ ടീമിനകത്തും പുറത്തും സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന് സെമി ഫൈനലിലേക്ക് പോലും യോഗ്യത നേടാൻ കഴിയാതെ വന്നാൽ ആദ്യം പുറത്താക്കപ്പെടുന്നയാൾ മുഖ്യ കോച്ച് ഗൗതം ഗംഭീർ തന്നെയായിരിക്കും. ടൂർണമെന്റിൽ ഇതിനകം തന്നെ അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ സൂപ്പർ 8-ൽ വൈസ് ക്യാപ്റ്റൻ കൂടിയായ അക്ഷർ പട്ടേലിനെ കളിപ്പിക്കാതിരുന്നത് വലിയ മണ്ടത്തരമായി മാറി. കൂടാതെ മാച്ച് വിന്നിംഗ് സ്പിന്നറായ കുൽദീപ് യാദവിനെ വേണ്ടത്ര ഉപയോഗിക്കുന്നില്ലെന്നതും മണ്ടത്തരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ ലോകകപ്പിനു വേണ്ടി പുതിയ ലുക്കിലുള്ള ഒരു മാച്ച് വിന്നിംഗ് ടീമിനെ വാർത്തെടുക്കാൻ ഗംഭീറിന് മതിയായ സമയം ലഭിച്ചിട്ടുണ്ട്. കാരണം 2024-ലെ T20 ലോകകപ്പ് വിജയത്തിന് പിന്നാലെയാണ് രാഹുൽ ദ്രാവിഡിന്റെ പകരക്കാരനായി അദ്ദേഹം ചുമതലയേറ്റത്. ഗംഭീറിന് BCCI എല്ലാവിധ പിന്തുണയും നൽകുന്നതിനൊപ്പം അദ്ദേഹം ആവശ്യപ്പെട്ടതെല്ലാം നൽകുകയും ചെയ്തു. ഗംഭീറിന്റെ അഭ്യർത്ഥനയനുസരിച്ചാണ് റയാൻ ടെൻ ഡുഷാറ്റെ അസിസ്റ്റന്റ് കോച്ചും മോർനെ മോർക്കൽ ബൌളിംഗ് കോച്ചുമായി നിയമിക്കപ്പെട്ടത്. എന്നിട്ടും ലോകകപ്പിൽ പ്രതീക്ഷിച്ചതുപോലെയൊരു ഫലം ടീമിന് ലഭിച്ചില്ലെങ്കിൽ അതിലിവർക്കെല്ലാം വലിയ പങ്ക് തന്നെയുണ്ട്. അതിനാൽ ഗംഭീറടക്കം കോച്ചിംഗ് സംഘത്തിലെ എല്ലാവരെയും ഒറ്റയടിക്ക് തന്നെ BCCI ഒഴിവാക്കിയേക്കും. ഗൗതം ഗംഭീറിനൊപ്പം സ്ഥാനം തെറിക്കാൻ പോകുന്ന മറ്റൊരു വമ്പൻ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ ആയിരിക്കും. കാരണം ലോകകപ്പിൽ ടീമിന് വലിയൊരു ദുരന്തമുണ്ടായാൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ലോകകപ്പ് സ്ക്വാഡിനെ തെരഞ്ഞെടുത്തത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ്. മികച്ച പല താരങ്ങളെയും ലോകകപ്പ് സ്ക്വാഡിൽ നിന്നും അദ്ദേഹം തഴഞ്ഞിരുന്നു. ഈ ഫോർമാറ്റിൽ മികച്ച റെക്കോർഡുണ്ടായിട്ടും യുവ അഗ്രസീവ് ഓപ്പണറായ യശസ്വി ജയ്സ്വാളിന് ടീമിൽ സ്ഥാനം ലഭിച്ചില്ല. കൂടാതെ മിന്നുന്ന ഫോമിലുള്ള ശ്രേയസ് അയ്യരെയും അഗാർക്കർ ടീമിലെടുത്തില്ല. എന്തുകൊണ്ട് ഇവരൊന്നും ലോകകപ്പ് ടീമിൽ ഇല്ലെന്നതിന് ആദ്യം ഉത്തരം പറയേണ്ടയാൾ അഗാർക്കർ തന്നെയാണ്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും ഇന്ത്യൻ ടീമിന്റെ തലപ്പത്ത് നിന്നും മാറ്റുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സൂര്യയെ സംബന്ധിച്ച് നായകനെന്ന നിലയിൽ ഏറ്റവും വലിയ അഗ്നിപരീക്ഷയാണ് ഈ ലോകകപ്പ്. അതിൽ സെമി ഫൈനലിലേക്ക് പോലും ടീമിനെ നയിക്കാനായില്ലെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് തന്നെയാണ്. ഈ ലോകകപ്പിന് മുമ്പ് കളിച്ച പരമ്പരകളിലെല്ലാം ടീമിനെ അദ്ദേഹം ജയിപ്പിച്ചുവെന്നത് ശരിയാണ്. കൂടാതെ കഴിഞ്ഞ വർഷം ഏഷ്യ കപ്പ് നേടിത്തന്നു. പക്ഷേ ലോകകപ്പിൽ ഇന്ത്യൻ ടീം വൻ ദുരന്തമായാൽ മറ്റ് നേട്ടങ്ങളൊന്നും സൂര്യയെ രക്ഷിക്കില്ല. കാരണം ഒരു ക്യാപ്റ്റൻ എല്ലായ്പ്പോഴും അളക്കപ്പെടുന്നത് ICC ടൂർണമെന്റുകളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിനാൽ നായകസ്ഥാനത്ത് നിന്നും അദ്ദേഹം നീക്കപ്പെടുക തന്നെ ചെയ്യും. ചുരുക്കത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. കോടിക്കണക്കിന് ആരാധകരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തോളിലേറ്റിയിറങ്ങിയവർക്ക് സെമി കാണാതെ മടങ്ങേണ്ടി വന്നാൽ ആ പതനം അത്ര ചെറുതായിരിക്കില്ല. ഗൗതം ഗംഭീറിന്റെ തന്ത്രങ്ങളും സൂര്യകുമാറിന്റെ നായകത്വവും അഗ്നിപരീക്ഷയിലാണ്. ഒന്നുകിൽ ഒരു ഗംഭീര തിരിച്ചുവരവ്, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ അടിമുടി ഒരു അഴിച്ചുപണി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്ത്യൻ ടീമിന്റെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി ഗൗതം ഗംഭീറാണോ അതോ സെലക്ഷൻ കമ്മിറ്റിയാണോ? സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റണോ? നിങ്ങളുടെ പ്രവചനങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യൂ. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.